ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് 2-3 ടിപ്പുകളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കാം. സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യണത്. ഒരു 2-3 സാധനങ്ങൾ കൂടുതലായിട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തേക്കണത് കേട്ടോ. ചെറുതാക്കി പീസാക്കിയിട്ടുള്ളതാണ്, ചില്ലിക്ക് വെട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായി കഴുകിയിട്ട് നന്നായി വെള്ളം മാറാനായിട്ട് വെക്കണം. ഒരു തരി പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ വാർന്നു പോണ രീതിയിൽ വെച്ചിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വാർന്നതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റുക. നല്ലൊരു കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് തന്നെ അത് മാറ്റുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കൻ സോഫ്റ്റ് ആവാനായിട്ട്, നന്നായി സോഫ്റ്റ് ആവാനായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താലാവട്ടെ, അല്ലെങ്കിൽ മന്തി ഉണ്ടാക്കുമ്പോഴോ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ എന്തുണ്ടാക്കുമ്പോഴോ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2 സ്പൂൺ വിനാഗിരി, സുർക്ക എന്നും പറയും കേട്ടോ. ആ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ഇതുപോലെ 2 സ്പൂൺ ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പപ്പടക്കോലില്ലേ, പപ്പടം നമ്മൾ വറുത്ത് കോരുമ്പോൾ കുത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പപ്പടക്കോല്, അത് വെച്ചിട്ട് ചിക്കൻ നന്നായി കുത്തി കുത്തി കൊടുക്കുക. എല്ലാ ചിക്കൻ്റെ പീസുമിലേക്കും നമ്മൾ നന്നായി കുത്തി കുത്തി കൊടുക്കുക. സുർക്ക അതിലേക്ക് ഇറങ്ങണം. ആ രീതിയിൽ നന്നായി കുത്തി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റോളം അത് അടച്ച് വെക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്താലായിട്ട് ചിക്കൻ നന്നായി സോഫ്റ്റ് ആവും. വറുത്ത് കഴിഞ്ഞാലും അതെ, മന്തി ഉണ്ടാക്കുമ്പോഴും നമ്മളത് ചിക്കൻ ചുടൂല, അതുപോലെയൊക്കെ ചെയ്യുമ്പോഴും നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് അടച്ച് സൂക്ഷിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ അതിലേക്ക് ചേർക്കാം കേട്ടോ. നല്ല എരിവുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ കുറച്ച് സോയാ സോസ്, ഒരു 1/2 സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ്, 1 സ്പൂണോളം ഉപ്പിടുക. കറക്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇത്രത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, നമ്മുടെ കാശ്മീരി ചില്ലി ഒന്നും അല്ല കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറാണ് എടുക്കേണ്ടത്. ഇതിൽ ഞാൻ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. 2 സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതില്ല, കോൺഫ്ലോർ ഇല്ല വെച്ചെങ്കിൽ നമ്മൾ മൈദ ഉപയോഗിച്ചാലും മതി കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ കോഴിമുട്ട അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്താലായിട്ട് നമ്മുടെ മസാലകളൊന്നും ചിക്കൻ്റെ പീസുമെന്ന് വിട്ടു പോവില്ല തീരെ. അത് നന്നായിട്ട് ചിക്കൻ്റെ പീസുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഫ്രൈ ചെയ്യുമ്പോൾ മസാലകളൊന്നും വേറെ ആയിട്ട് പോവില്ല. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മല്ലിയില, കണ്ടില്ലേ ഇത്രത്തോളം, ഒരു പിടിയോളം മല്ലിയില, പിന്നെ ഒരു 2-3 പീസ് ഇഞ്ചി, പിന്നെ ഒരു 8-9 അല്ലി വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ, വേപ്പിൻ്റെ ഇല ഉണ്ടായിക്കോട്ടെ, നല്ലൊരു മണം ഉണ്ടാവും. അതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കുക. എല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഏകദേശം 1 മണിക്കൂറോളം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നെങ്കിലാണ് കറക്റ്റ് മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിൽ ലാസ്റ്റ് വറുക്കണ സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ പുറമെ ഭയങ്കര ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല പട്ടിയ ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. എന്നെങ്കിലാണ് നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ചു വരുള്ളൂ. ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാനായിട്ടാണ്. ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് തുറന്നിട്ട് നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, മറക്കുമ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് ക്രിസ്പിയായി കിട്ടാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. റവയാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് തൊട്ട് മുന്നേ 1 സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ റവ ചേർത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം പിന്നെ നമ്മൾ സോഫ്റ്റ് ആവാനായിട്ട് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് പപ്പടം കൊണ്ട് നന്നായി കുത്തിയ കാരണം തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയിൽ തീരെ അത് ഒട്ടിപ്പിടിക്കില്ല, നമ്മുടെ ചിക്കൻ തീരെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. പെട്ടെന്ന് അത് ചിക്കനിങ്ങനെ പൊന്തി വരും. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ പീസുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണം കേട്ടോ.
സൺഫ്ലവർ ഓയിലോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചെങ്കിൽ അതെടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മറിച്ചിടുക. കണ്ടില്ലേ, ഒരു മസാലയുടെ ഒരു ഭാഗം പോലും അല്ലെങ്കിൽ റവയുടെ ഒരു തരി പോലും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് കോരിയെടുക്കാമെന്നുള്ള ഒരു തരി പോലും അടിയിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ 2 ഭാഗവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുക്കുകയാണ്. നന്നായി മൊരിയാനായിട്ട് കരിയാനായിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോഴേക്കും കോരിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കും ഉൾഭാഗം. 2 വട്ടമായിട്ട് ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറമെ ഭയങ്കര ഒരു ക്രിസ്പിനെസ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.